നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് എം വർഗീസ് ഹാജരായില്ല. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല. ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് വർഗീസ് അറിയിച്ചിരുന്നു. മെയ് ദിനമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും കൂടുതൽ സമയം വേണമെന്നുമാണ് എം വർഗീസ് ആവശ്യപ്പെട്ടത്. ഇത് 7ാം തവണയാണ് വർഗീസിനെ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത്. CPMന്റെ തൃശൂർ ജില്ലയിലെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനാണ് EDയുടെ നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ടെങ്കിലും അന്വേഷണവുമായി സഹകരിക്കില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതിനിടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ തിരിച്ചടയ്ക്കാൻ എത്തിച്ച CPMന്റെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. പണവുമായി ബാങ്കിലെത്തിയ എം വർഗീസിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പിൻവലിച്ച പണമാണ് കണ്ടുകെട്ടിയത്. അക്കൗണ്ടും മരവിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി നൽകിയ ആദായ നികുതി റിട്ടേണുകളിലൊന്നും ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ലെന്നും KYC രേഖകൾ പൂർണ്ണമല്ല എന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. കല്യാണ വീട്ടിൽ നിന്ന് ഡ്രൈ ഐസ് കഴിച്ചു. 3 വയസ്സുകാരന് ദാരുണാന്ത്യം. അമ്മയോടൊപ്പം വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടി ഡ്രൈ ഐസ് സാധാരണ ഐസാണെന്ന് കരുതി കഴിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വരുന്നതിനിടെയായിരുന്നു മരണം. ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിലാണ് സംഭവം. വിവാഹ ചടങ്ങിൽ അലങ്കാര നിർമ്മിതികൾക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഡ്രൈ ഐസ്. വേദിയിൽ മഞ്ഞുപോലുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിനിടെയാണ് അമ്മയോടൊപ്പം ചടങ്ങിനെത്തിയ കുശാൻ സാഹു എന്ന കുട്ടി ഇത് കഴിച്ചത്. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുട്ടിക്ക് ശാരീരിക അവശതകളുണ്ടായി. ഇതോടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രീകൃത രൂപമാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസിന്റെ തെറ്റായ ഉപയോഗം വലിയ അപകടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും. കടുത്ത തണുപ്പ് കാരണം ഇവ പൊള്ളലിന് സമാനമായ അവസ്ഥയുണ്ടാക്കും. സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ്. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. ആത്മഹത്യ ചെയ്തു. നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലായിരുന്ന പ്രതികളിലൊരാൾ ആത്മഹത്യ ചെയ്തു. പഞ്ചാബിൽ നിന്നും അറസ്റ്റ് ചെയ്ത അനൂജ് തപനാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ അനൂജിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. നടന്റെ വീടിന് നേരെ വെടിവെച്ച 2 പേർക്ക് ആയുധം വിതരണം ചെയ്തതിൽ 2 പേരിലൊരാളാണ് തപൻ. സഞ്ജുവിനെ ടീമിലെടുത്തത് BJP ഇടപെടലിൽ. അവകാശവാദവുമായി നേതാവിന്റെ പോസ്റ്റ്. മലയാളി താരം സഞ്ജു സാംസണെ 2020 ലോകകപ്പിനുള്ള ടീമിലെടുത്തത് BJPയുടെ ഇടപെടലെന്ന് നേതാവിന്റെ പോസ്റ്റ്. BJP മീഡിയ പാനലിസ്റ്റ് അംഗമായ ജോമോൻ ചക്കാലക്കലാണ് അവകാശവാദവുമായി രംഗത്തെത്തിയത്. ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. BJP സംഘടനാ സെക്രട്ടറി സുഭാഷ് ഇടപെട്ടാണ് സഞ്ജുവിനെ ടീമിലെടുത്തത് എന്നാണ് ഫേസ്ബുക്കിൽ ജോമോൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിനിടെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുന്നില്ലെന്ന കാര്യം സുഭാഷിന് മുന്നിൽ ഉന്നയിച്ചിരുന്നുവെന്നും അതിന് പിന്നാലെ സുഭാഷ് നടത്തിയ ഇടപെടലിലൂടെയാണ് സഞ്ജു ടീമിലെത്തിയതുമെന്നുമാണ് പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. മോദിയെയും അമിത്ഷായെയും BL സന്തോഷിനെയും പോലുള്ള ആളുകളൊക്കെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിളിക്കാനാകുന്ന കേരളത്തിലെ വിരലിൽ എണ്ണാവുന്ന നേതാക്കളിൽ ഒരാളാണ് സുഭാഷ് എന്നും പോസ്റ്റിൽ പറയുന്നു. അർഹതയുണ്ടായിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന സംസാരം പൊതുമധ്യത്തിലുണ്ടെന്ന് താൻ സുഭാഷിനോട് പറഞ്ഞു. രജനീകാന്ത് ചിത്രത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു ഇളയരാജ. അനുമതിയില്ലാതെ തന്റെ ഗാനം ഉപയോഗിച്ചതിനാണ് വക്കീൽ നോട്ടീസ്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്നതാണ് കൂലി. കൂലിയുടെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇളയരാജ. രജനീകാന്ത് നായകനായ കൂലിയുടെ പ്രൊമോയിൽ തന്റെ ഗാനം അനുവാദമില്ലാതെ ഉപയോഗിച്ചുവെന്നാണ് പരാതി. കൂലിയുടെ പ്രൊമോയിൽ നിന്ന് വാവാ ഗാനം നീക്കുകയോ ഉപയോഗിക്കാൻ അനുമതി വാങ്ങുകയോ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടിയെന്നുമാണ് പരാതി. രജനീകാന്ത് ഒരു അധോലോക നായകനായിട്ടാകും ചിത്രത്തിൽ ഉണ്ടാകുകയെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമാക്കുക എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രജനീകാന്ത് നായകനായ കൂലി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ചർച്ചയായിരുന്നു.